കോംപ്രമൈസ് ആക്കാനായിരിക്കും. അങ്ങനെ ഇപ്പൊ പൊരുത്തപ്പെടണ്ട. ഇവള് കെട്ടിയവൻ ഉപേക്ഷിച്ചവളായി ജീവിക്കണം. അത് കണ്ടില്ലെങ്കിലേ എനിക്ക് എന്താ രസം. ശ്യാമ ഫോൺ കട്ട് ചെയ്തല്ലോ. ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം. വീണ്ടും അങ്ങനെ ഇപ്പൊ വിളിക്കണ്ട. പിന്നെയും കട്ട് ചെയ്തല്ലോ. ഇനി വിളിക്കൊന്ന് നോക്കാം. ഇനി എന്തായാലും ഞാൻ വിളിക്കുന്നില്ല. ഇനി കോളൊന്നും വരില്ല. താലിപൂജ എവിടെ വെച്ചാ വസുന്ധരെ? അത് കുരുമ്പക്കാവിൽ വെച്ച് നടത്താവുന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. മേടയിൽ കോലോത്തെ കുടുംബക്ഷേത്രം കൂടിയാ കുരുമ്പക്കാവ്. ആ തീരുമാനം അല്പം മുമ്പൊന്ന് മാറ്റി. കാരണം എനിക്ക് പരിചയമുള്ളൊരു ജ്യോത്സ്യന്റെ അഭിപ്രായപ്രകാരം താലിപൂജ വീട്ടിൽ നടത്താമെന്ന് കരുതി. അമ്പലത്തിൽ തിരക്കാണല്ലോ. വീട്ടിലാവുമ്പോ ഇത് മാത്രമായിട്ട് ഭംഗിയായിട്ട് നടത്താമല്ലോ. അത് മതി, അതാ നല്ലത്. അപ്പോ പൂജാരി? അയാളെ അമ്മ വിളിച്ചിട്ടുണ്ട്. അയാളെ വീട്ടിലേക്ക് വരും. ഐശ്വര്യ, അയാളെന്നല്ല, അദ്ദേഹം. ദൈവങ്ങൾക്ക് പൂജ ചെയ്യുന്ന ആളല്ലേ, അദ്ദേഹം ഒന്ന് സംബോധന ചെയ്യണം. അയ്യോ, ഒരു അദ്ദേഹം. ഇവരെ കൊണ്ട് ഒരുത്തനെയോ അദ്ദേഹം ഒന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോ താലി പൂജിക്കുമ്പോ ഞങ്ങൾ വരണോ? ഏയ്, അത് വേണ്ട, നിങ്ങൾ വരണ്ട. കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി താലികെട്ട് കഴിയാതെ വിസ്മയക്ക് ആനന്ദ നിലയത്തിലേക്ക് പ്രവേശനമില്ലല്ലോ. അത് ശരിയാ. ഇനി കെട്ടും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ അമ്മായിയമ്മ തെളിച്ച നിലവിളക്ക് കയ്യിൽ തന്ന് വലതുകാല് വെപ്പിച്ച് അകത്തേക്ക് കയറ്റും. അല്ല, ഈ സീമന്ത സിന്ദൂരം എപ്പോഴാ തൊടിയിക്കുന്നേ? അതും അപ്പൊ തന്നെ. എന്റെ ഐശ്വര്യയെ ഒന്ന് പെടയ്ക്കാതെ നിക്ക്. ആരതി കൂടി കഴിഞ്ഞ് അകത്തേക്ക് കയറ്റി എല്ലാവരും വധൂവരന്മാർക്ക് പാലും പഴവും നൽകും. അങ്ങനെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞേ ഒന്നാം തരം ഒരു ആദ്യ രാത്രിയാ. ഒരു ഭീകര രാത്രി. ഒന്ന് പോയിന്റ് ഐശ്വര്യടുത്തി. ഞാൻ വാണിൻ തന്നതല്ലേ. അപ്പോ ഇക്കാര്യം പറയാനാണോ വസുന്ധരയും ഐശ്വര്യയും കൂടി വന്നത്? ആ, ഇക്കാര്യം അറിയിക്കണം. അതോടൊപ്പം വിസ്മയുടെ ജാതകവും തരണം. ആ, ജാതകമൊക്കെ തരാം. മോളെ, പൂജാമുറിയിൽ വച്ചിരിക്കുക നിന്റെ ജാതകം. അതൊന്നും ഇങ്ങ് എടുത്തോണ്ട് വന്നേ. ശരി അമ്മ. ശക്തമായ പൂജയാ ചെയ്യുന്നേ. കാരണം ഒരു കല്യാണം മുടങ്ങിയതാ. അതെ, അവന്റെ കഴുത്തേല് ചുറ്റിയതോ ഒരു രാജവെമ്പാലി. അത് തലയ്ക്ക് അടിയേറ്റ് എഴഞ്ഞെഴഞ്ഞ് തെക്കുംതല വാര്യത്തെ മാളത്തിലേക്ക് പോയില്ലേ? അത് വാരിയാകുന്ന എങ്ങനെ? അവരൊക്കെ അഷ്ടപതി പാടുന്ന പൊതുവാളന്മാരല്ലേ? ആ വീട് പണ്ടത്തെ കാലത്ത് ഏതോ ഒരു വാര്യരുടേതെങ്ങാനും ആയിരിക്കണം. അതാ അത് വാര്യമായത്. താലി അരുന്ധതി കണ്ടില്ലല്ലോ. എവിടെ നോക്കട്ടെ. ദാ മോളെ.
ദാ കണ്ടോ? ഇതെന്റെ കഴുത്തിലേക്ക് വീണ് കഴിഞ്ഞ പിന്നെ ആനന്ദ നിലയിൽ ഞാൻ ഭരിക്കും. ആദ്യം ഈ ഐശ്വര്യ എന്ന സൗന്ദര്യ റാണിയെ അടിച്ച് ഞാൻ പുറത്തു കളയും. അമ്മായിയമ്മയെ വല്ല അമ്പലത്തിലും ഭജന ഇരിക്കാൻ വിടും. അമ്മേ, ഞാൻ ആ താലി ഒന്ന് നോക്കട്ടെ. ആ ഇത് തൊടാൻ പാടില്ല. കല്യാണ ദിവസം താലിമാല കഴുത്തിൽ വീഴുമ്പോഴേ ഇത് ശുദ്ധാവുള്ളൂ. അതുവരെ ഇതിൽ തൊടാൻ പാടില്ലെന്നാ. അരുന്ധതി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ. ആ വാ മോളെ. പോയിട്ട് വരാം മോളെ. ശരി വസുന്ധരെ. ശരി അമ്മ. ബൈ ബൈ. മമ്മി, ആ? എനിക്കൊരു കാര്യം പറയാനുണ്ട് മമ്മി. എന്താ മോളെ? എന്റെ കഴുത്തില് അഖില് താലി കെട്ടുമ്പോ ആ ശ്യാമയുടെ കഴുത്തില് അവൻ കെട്ടിയ താലി ഉണ്ടാവാൻ പാടില്ല. മമ്മിക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായി. ശ്യാമ അവളുടെ ആങ്ങളെ ഒന്നും പാവങ്ങളൊന്നുമല്ല. 10 ലക്ഷം രൂപ തരാനുള്ളതുകൊണ്ട് നമ്മുടെ മുൻപില് പഞ്ചപാവങ്ങളായിട്ട് നിൽക്കുന്നതാ അവര്. അവളൊക്കെ വിചാരിച്ചത് നടക്കാതെ വരുമ്പോ അവളുടെയൊക്കെ നിറം മാറും. മോള് പറയുന്നത് ശരിയാ. എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള യാതൊരു അവകാശവാദവും പറഞ്ഞ് അവള് നടക്കാൻ പാടില്ല. എന്റെ ഭർത്താവ് എന്റേത് മാത്രമായിരിക്കണം. അതുകൊണ്ട് ആ താലിമാല അവളുടെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയേ പറ്റൂ. നമസ്കാരം. ഇരിക്കും മേഡം. തന്റെ ഒന്നും ഉപചാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. ഇവിടെ കയറി ഇരിക്കുകയോ വിശ്രമിക്കുകയോ ഇനി ഇവിടെ താമസിക്കുകയോ ചെയ്യാൻ പോലും തന്റെ ഒന്നും അനുവാദം എനിക്ക് ആവശ്യമില്ല. ഈ വീട് എന്റേതാ. ഇതിന്റെ ആധാരവും എന്റെ കയ്യിലാ. അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്താതെ മാഡം. 10 ലക്ഷം രൂപ ഞങ്ങൾ അങ്ങ് തരുമ്പോ ആ ഏർപ്പാടങ്ങ് തീരില്ലേ? എന്നാ എടുത്തോണ്ട് വാടോ 10 ലക്ഷം. എടുത്തോണ്ട് വാ. കാശ് തന്നിട്ടേ ഞങ്ങൾ ആധാരം വാങ്ങൂ. ഈട് തന്നിട്ടാണ് മാഡം ഞങ്ങൾക്ക് പണം തന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാശ് തരാനുണ്ടെന്ന് കരുതി ഒരുമാതിരി മര്യാദയില്ലാത്ത ഭാഷയിൽ സംസാരിക്കരുത്. എനിക്ക് ഒരു മര്യാദയേ ഉള്ളൂ. കാശ് കടം വാങ്ങിയവരെ കാണുമ്പോ എനിക്ക് കലിയാ. ദേ, ഇവളെ കാണുമ്പോ എനിക്ക് പ്രേതബാധ കൂടിയ പോലെയാ. അതാ പൊട്ടിത്തെറിച്ചു പോകുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ആനന്ദ നിലയത്തിലെ അഖിൽ, അവന്റെ നിർഭാഗ്യം കൊണ്ട് നീ വന്നവന്റെ പെടലിക്ക് ചുറ്റി. ഒരു മൂർഖം പാമ്പിനെ പോലെ അവൻ എങ്ങനെയൊക്കെയോ കഴുത്തിന് ഞെക്കിപ്പിടിച്ച് ഇപ്പൊ നിന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു. എന്റെ മോൾക്ക് കല്യാണം കഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ
നിന്റെ സഹകരണം വേണം. ഞാൻ എന്ത് വേണം? നിന്റെ ശല്യം ഉണ്ടാവരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരാതിയായിട്ടൊന്നും വരില്ല. അഖിൽ സാറിന് ഞാനൊരു ശല്യം ആവില്ല. ശല്യമായാൽ കൂമ്പ് നോക്കി മരുന്നടിക്കാനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അത് വിട്, അതല്ല പ്രശ്നം. ആ പിന്നെ എന്താ മാഡം, എന്റെ മോളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇത് ഒരു തരത്തിലും എന്റെ കുഞ്ഞിന് സമാധാനം കൊടുക്കില്ലല്ലോ. ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ? മനുഷ്യരുണ്ടടി. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ആ 10 ലക്ഷം അങ്ങോട്ട് തന്നത്. ദേ മാഡം, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ കാശ് തരാനുണ്ടെന്ന് കരുതി എന്തു ആവാന്ന് കരുതരുത്. ഇവിടെ നിയമവും നീതിപാലകരും ഒക്കെ ഉണ്ട്. ഹാ, ഞാനൊരു കാര്യം ഇവിടെ എല്ലാരോടും പറഞ്ഞേക്കാം. വിസ്മയും അഖിലും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവാ. അഖിലിന്റെ താലി വിസ്മയുടെ കഴുത്തിൽ വീഴുന്നതിന് മുൻപ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി താഴോട്ട് വീഴണം. എന്തു പറയുന്നു? ഇല്ല, പറ്റില്ല. നീ ഇപ്പൊ ഇവിടെ വെച്ച് ഈ താലിമാല ഊരി മാറ്റണം. ഇല്ല, ഞാൻ ഈ താലി അഴിച്ചു മാറ്റില്ല. എന്തു പറഞ്ഞടി? അലറാതെ മാഡം. പൂവല് കേട്ടിട്ടാണെങ്കിലും എവിടെയെങ്കിലും പാട്ട് കച്ചേരി നടത്തേണ്ടതല്ലേ? തൊണ്ട പൊട്ടിപ്പോവും. എടാ, നിനക്കുള്ള മറുപടി പിറകെ ഇപ്പൊ ഈ കാര്യം നടക്കട്ടെ. ഹ, ഇവര് പറയുന്നത് ന്യായമല്ലേ? ഈ താലിമാല ഊരി മാറ്റടി. ഈ താലി എന്റെ ഹൃദയ. ഇതെന്റെ കഴുത്ത് ഊരി മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. ഈ താലി ഞാൻ ഊരില്ല. താലിങ്ങി താടി. ഇല്ല, ഈ താലി ഞാൻ തരില്ല. നീ എന്നെ വെല്ലുവിളിക്കല്ലേടി? എനിക്ക് ആരോടും ഒരു വെല്ലുവിളി ഇല്ല മാഡം. ഞാൻ ഒരിക്കലും അഖിൽ സാറിന്റെ പുറകെ വരില്ല. പക്ഷെ എന്റെ ഈ താലി ഞാൻ ഊരില്ല. അതെന്ത് മര്യാദ കേടാ? അവൻ വിസ്മയെ കെട്ടുമ്പോ അവൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തി കിടക്കുന്നത് അന്യായമല്ലേ? ഒക്കോണ മുമ്പിന്ന് അടിച്ച് ഞാൻ പെടലിരിച്ച് കളയും. ഓ, ഡേ, എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്നവൻ കെട്ടിയ താലി നീ അഴിക്കില്ലല്ലേ? അഴിക്കില്ലേ നീ? ഞാനൊന്നും നോക്ക- മര്യാദകളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. എന്റെ കൊച്ചിനെ വിട്ടെ, മാറി നിൽക്കും. എന്റെ പെങ്ങളെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിങ്ങളെ ഞാൻ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കും. അവരാ താലി പൊട്ടിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ്? ഛീ, നിർത്തടി. അവളെ വിടടാ. അവളൊന്നും ചെയ്യില്ല. നീ ഒന്ന് അടങ്ങോ. അഴിച്ച് മാറ്റടി ഈ താലി. അഴിക്കാൻ. പൊട്ടിക്കും മേഡം, പൊട്ടിക്കും. അവളുടെ ഒരു മാറി. മാഡം എന്റെ താലി അതിന് തരണം പ്ലീസ്. ഇനി ഈ താലിയുടെ പേരും പറഞ്ഞ് നീ അഖിലിന്റെയോ വിസ്മയുടെയോ ജീവിതത്തിലേക്ക് വന്നു പോരുത്. അവളുടെ ഒരു മാല. എടാ അരവിന്ദ, നീ എന്നെ കൊല്ലാൻ ഇറങ്ങിയതല്ലേ? ഇതിനുള്ള കണക്ക് ഞാൻ പിറകെ വീട്ടുന്നുണ്ട്. നിന്നെയും നിന്റെ ഈ എല്ലാവരെയും ഞാൻ ഈ പെരുവഴിയിൽ ഇറക്കും. ആദ്യം ഈ കല്യാണം ഒന്ന് കഴിയട്ടെ.
പൊന്നുമോൾക്ക് അറിയാതെ അവരോട് ദൈവം ചോദിക്കും. മോള് വിഷമിക്കല്ലേ. അഹങ്കാരം പിടിച്ചവക്ക് ഇതും ഇതിലപ്പുറം വരണം. കണ്ടില്ലേ ന്യായം പറഞ്ഞിന് എന്റെ കൊറോണ തൊടിച്ചത്. എടീ, നീ എന്റെ ഭാര്യയല്ല, ഈ വീടിന്റെ ശത്രുവാണെന്ന് കുറച്ചു നാളായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. മോളെ നീ ഇങ്ങനെ കരയല്ലേ മോളെ. മോളിങ്ങനെ കരയുമ്പോ നെഞ്ചു പടയുന്ന ഞങ്ങളുടെയാ. എന്റെ പൊന്നുമോൾക്ക് അറിയാം. പൊന്നു മോള് ആശ്രീകരം അഹന്ത പിടിച്ച ജന്മം. ചേച്ചി മോള് വാ. വന്നേ വാ. കൃഷ്ണ കാണിച്ചു. ആ ചന്ദനത്തിരി എത്തിച്ചോളൂ. എന്നാ പിന്നെ താമസിക്കണ്ട, താലിപൂജ ആരംഭിക്കാം. ശരി. വരനെ വിളിക്കണ്ടേ തിരുമേനി? പിന്നെ വേണം, വിളിച്ചോളൂ. ഐശ്വര്യ അഖയെ വിളിക്കേ. ഐശ്വര്യ അഖയെ വിളിക്ക്. അഖി വേഗം ഇറങ്ങി വാ. ദേ താലിപൂജ തുടങ്ങാറായി.